മനസ്സ് നന്നാവട്ടെ. നിങ്ങൾക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? ചോദ്യം ലോകം ഭരിക്കുന്ന ഭരണാധികാരികളോടാണ്. ചോദിക്കുന്നത് അധികാരം കൈയാളുന്നവരാരുമല്ല, അവരെ ഭരിക്കുന്ന സംഘടനകളുമല്ല. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലേ കാലാവസ്ഥയുടെ താളം തെറ്റിയെന്ന നിലവിളി ഉയർന്നു വന്നിട്ടും സാമ്പത്തിക വളർച്ചയുടെ മായക്കഥകൾ പ്രചരിപ്പിച്ച ഭരണാധികാരികളെ രൂക്ഷമായി വിമർശിക്കുവാൻ ഗ്രേറ്റ തൂൺബെർഗ് എന്ന 16 വയസ്സുകാരി മുതിർന്നത് കാലാവസ്ഥാ വ്യതിയാനം ഈ നൂറ്റാണ്ടിന്റെ വെല്ലുവിളിയാണ്, ഭാവി തലമുറയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുവാനാണ്. അനന്തകോടി വിസ്മയമായ ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. അഥവാ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി നമ്മുടെ പ്രകൃതിയിൽ മാത്രമാണുള്ളത്. മണ്ണും വെള്ളവും വായുവും സമന്വയിക്കുന്നതാണ് നമ്മുടെ സുസ്ഥിതിക്ക് അടിസ്ഥാനം. പൗരാണിക കാലം മുതൽ നിലനിന്നിരുന്ന ഈ സന്തുലിതാവസ്ഥ മൂലം നമ്മുടെ ഭൂമിയിൽ സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്നിരുന്നു. ജലാശയങ്ങളിൽ ശുദ്ധജലം നിർബാധമൊഴുകിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ ആകെ തകിടം പറഞ്ഞിരിക്കുന്നു. പ്രകൃതി മരിക്കുന്നു എന്ന നിലവിളി ഉയർന്നു വന്നിരിക്കുന്നു. നമ്മുടെ അമ്മയായ പ്രകൃതിയെ ജീവനോടെ സംരക്ഷിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊന്ന് ചിന്തിക്കാം. ജനസംഖ്യാ വർധനവും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ ചൂഷണം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വംശനാശം തുടങ്ങിയവയെല്ലാം വനനശീകരണത്തിന്റെ പ്രതിഫലങ്ങളാണ്. മലിനീകരണമാണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന മറ്റൊരു ഭാഗം. നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായു പോലും ഇന്ന് ശുദ്ധമല്ല. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന ഉപഭോഗ സംസ്കാരം വളർന്നു വന്നപ്പോൾ എല്ലായിടത്തും മാലിന്യ കൂമ്പാരങ്ങളായി. വീട്ടുവളപ്പിലെയും ഹോട്ടലുകളിലെ പോലും മത്സ്യമാംസ മാർക്കറ്റുകളിലെ പോലും മാലിന്യങ്ങൾ പറമ്പിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിയുന്നത് പരിസര മലിനീകരണത്തിന് കാരണമാകുന്നു. കൂടാതെയാണ് പ്ലാസ്റ്റിക്കിന്റെ വരവ്. കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും ഉപകാരപ്രദമായ വസ്തു എന്ന നിലയിൽ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് ഇന്ന് പരിസ്ഥിതിക്ക് തന്നെ ദോഷമായി മാറിയിരിക്കുന്നു. കൊച്ചിയിലെ ബ്രഹ്മപുരം നമുക്ക് മുൻപിൽ തുറന്നു വെച്ച ജാലകങ്ങളിലെ ഉദാഹരണങ്ങൾ മാത്രം. ആഗോള താപനം എന്നാൽ ധ്രുവങ്ങളിൽ എവിടെയോ ഉള്ള മഞ്ഞുരുകുന്നത് മാത്രമാണെന്ന് കരുതിയ കാലമൊക്കെ പഴങ്കതയായി. കരകളാവുന്ന കരകളെയൊക്കെ ചുട്ടും പൊള്ളിച്ചും പ്രളയഭീതിയിലാഴ്ത്തിയും ഇന്ന് അത് ഭൂമിയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിലിട്ടാൽ വർഷങ്ങളോളം നശിക്കാതെ നിൽക്കുന്നു. വെള്ളത്തിലിട്ടാൽ ഒഴുക്ക് തടഞ്ഞ് വെള്ളം മലിനമാകുന്നു. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഡയോക്സിൻ പോലുള്ള വിഷവാതകങ്ങൾ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. അനുദിനം പെരുകി വരുന്ന വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക, ഫാക്ടറികളിൽ നിന്നും മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴും പുറത്തു വരുന്ന പുക എന്നിവ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇതും മാലിന്യങ്ങൾ ചീഞ്ഞുണ്ടാകുന്ന മീഥേൻ, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നൈട്രിക് ഓക്സൈഡ് എന്നിവ ആഗോള താപനത്തിന് കാരണമാകുന്നു. ധ്രുവങ്ങളിലെ മഞ്ഞുരുകി വെള്ളമായി ജലനിരപ്പ് ഉയരുന്നത്, കാലാവസ്ഥാ മാറ്റം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം ആഗോള താപനത്തിന്റെ പ്രതിഫലങ്ങളാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മിൽ നിന്ന് തന്നെ തുടങ്ങണം. കൂടാതെയാണ് രാസ കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം. അമിതമായുള്ള രാസ കീടനാശിനികളുടെ ഉപയോഗം ഭക്ഷ്യോൽപ്പന്നങ്ങളെ വിഷമയമാക്കുകയും സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മാരക രോഗങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നു. AC, റെഫ്രിജറേറ്റർ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുവാനും സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനാവശ്യമായ നടപടികൾ നമ്മിൽ നിന്ന് തുടങ്ങണം. മരമാണ് ആഗോള താപനത്തിന് മറുപടി. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, മഴവെള്ള സംഭരണം നടത്തുക, അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനത്തെ പരമാവധി ഉപയോഗിക്കുക, വാട്ടർ മെട്രോ തുടങ്ങിയ സംവിധാനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക തുടങ്ങിയവയെല്ലാം നമ്മുടെ പരിസ്ഥിതിക്കായി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പുതിയൊരു പരിസ്ഥിതി ദിനം കൂടി വന്നെത്തുമ്പോൾ കേവലം പ്രഹസനം എന്നതിനപ്പുറം യഥാർത്ഥ ഒരു മനുഷ്യനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മാലിന്യ വിമുക്തമായ നല്ലൊരു പ്രകൃതിയെ അടുത്ത തലമുറയ്ക്കായി കരുതി വയ്ക്കാം. ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.